ഇൻട്രോ കൊടുത്താ ഐ ആം സോറി അളിയ, ഇൻട്രോ കൊടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ഞങ്ങൾ 4 പേരോടെ കണ്ടുമുട്ടിയ വിശേഷമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഞങ്ങള് സാധാരണ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുവാണെങ്കിൽ ഇത്തവണ നമുക്ക് ഒന്നിച്ച് കുക്ക് ചെയ്യണം, കുറെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ മന്തി ഉണ്ടാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഇവരെ നിങ്ങൾക്ക് നല്ലപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇന്ന് കുക്കിങ്ങിന്റെ ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഇർഫു ആയിരുന്നു. ഇർഫു എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ കസിനാണ്. ഇതാണ് ഷാഹിന, ഇതും എന്റെ ഹസ്ബൻഡിന്റെ കസിനാണ്. ഈ നിൽക്കുന്നതാണ് തസ്ലി, എന്റെ ഹസ്ബൻഡിന്റെ കസിൻ ബ്രദറിന്റെ വൈഫാണ്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. 10 മണിക്കാവൂന്ന് പറഞ്ഞ മന്തി 12 മണിക്ക് അടുപ്പിൽ കയറിയിട്ട് പോലുമില്ല. ആകെ ഒരു 10 മിനിറ്റ് കുട്ടീനെ ഉറക്കാനെന്ന് പറഞ്ഞിട്ട് പോയി. അതിനാണ് ഈ കടന്നിട്ടുള്ള ഡയലോഗ് പറയണത്. ശരിയല്ലേ? ഉറങ്ങിയോ? ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു കോഫി ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ. എണ്ണ ഒഴിച്ചത് കുറച്ചൊന്ന് കൂടിപ്പോയി. ആ നോട്ടമാണ് എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മയോണൈസ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ വരാതെ ഞങ്ങൾക്ക് ഒരുപാട് പണി തന്നായിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾ അതാക്കി എടുത്തു. ഞങ്ങൾ ഡാൻസ് പാട്ടൊക്കെ കേട്ടാ കുക്ക് ചെയ്യാനെടുത്ത ഡിസിഷൻ കാരണം ഞങ്ങൾ ആ ഒരു ടൈം കൊണ്ട് കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര നല്ല മെമ്മറീസ് ആയിരുന്നു ഓരോന്നും. ഇനി കുറച്ചൊക്കെ നിങ്ങൾ കണ്ടു നോക്കും. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് രസമുള്ള മെമ്മറീസ് ആയിരുന്നു, എന്തോരം ചിരിച്ചെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത്. ഓരോ സെക്കൻഡും അത്രമേൽ ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുതൽ നല്ലതാണെന്നൊരു ഡിസിഷൻ ഞങ്ങൾ ഇതോടുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാണ്. ബുദ്ധിയുടെ കാര്യത്തിൽ 4 എണ്ണത്തിന് ഇച്ചിരി പോലും ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. ഇതിൽ കുറെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. നന്നായതാണെങ്കിൽ ഞാൻ ഞാൻ ഇഷ്ടംപോലെ
ചിക്കൻ മയനൈസ് സലാഡിന്റെ ഒക്കെ പുറകെ ഞങ്ങൾ നടന്നപ്പം നല്ല മന്തി റൈസ് ഉമ്മ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഉമ്മാക്കായിരുന്നു കേട്ടോ. ആക്ച്വലി ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. അത് റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും വേറൊരു രീതിയിലാണ് ഇർഫു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുമ്പോൾ എന്റെ ചില വാക്കുകളൊക്കെ എന്റെ വായിക്കാത്ത തന്നെ ഇരിക്കുകയാണ്, പുറത്തോട്ട് വരുന്നില്ല. അത് എന്റെ പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം എനിക്ക് അതൊന്നും പരിചയം വരാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ആരും എന്നോട് കമന്റ് ചോദിച്ചായിരുന്നു സംസാരിക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ എന്ന്. ശരിക്കും ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. റൈസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം കഥ പറയാൻ വേണ്ടി സിറ്റ് ഔട്ട് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ടില്ലായിരുന്നു. ഇവളുമാര് വന്നപ്പോൾ തന്നെ നമ്മളോട് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടെന്ന് പോലും ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇവര് വന്നിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കഴിക്കണമെന്ന് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ഇലയിൽ എല്ലാവർക്കും കൂടെ വിളമ്പിയിട്ട് ഒന്നിച്ചിരുന്ന് കഥയും പറഞ്ഞ് കഴിക്കുക. ഇതായിരുന്നു ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. ഒരു വാഴ വേറൊരു വാഴ വെട്ടാൻ പോകുന്നത്. മന്തിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി വാഴയിലെ തപ്പി ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ വാഴയിലെ തപ്പി ഇറങ്ങി വാഴയിലയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ കഴിക്കാൻ വേണ്ടി സിറ്റ് ഔട്ട് ഇരിക്കാനായിരുന്നു ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഴ ഇങ്ങനെ പിടിക്കുന്നേ, ഇങ്ങനെ പിടിക്കും. ഞാൻ കത്തി മാറ്റാം. അയ്യോ അത് കഴുകണല്ലേ? കഴുകിട്ട് പോകും. രണ്ടാണ് പല സ്ഥലത്താണ്. വാഴന്റെ ഇല കിഴകുന്ന വാഴക്കുട്ടികൾ. വാഴ 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 വാഴന്റെ ഇലയും കൊണ്ട് പോകുന്നു. വീരപ്പന്റെ പ്ലേറ്റ് ഇട്ടോ. അച്ചോടാ എന്താ ഡീസന്റ്. താഴെ ഇരുന്ന് കഴിക്കണം എന്ന മനസ്സിൽ കണ്ട പോലെയൊക്കെ ഇരുന്ന് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്ന് ഇലയൊക്കെ വെട്ടി ഇലയിലൊക്കെ ചോറിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡിനെ പറ്റി ഞാൻ പറയട്ടെ, ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, അത്രയും അടിപൊളി ഫുഡായിരുന്നു. അത് ചോറാണെങ്കിലും അതെ, ചിക്കൻ ആണെങ്കിലും അതെ, ഇല്ല മയോണൈസ് ഒക്കെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കള്ളുവാന്ന് കരുതരുത്, ഹോണസ്റ്റ് ആയിട്ട് പറയുക, ഫുഡ് അത്ര അടിപൊളിയായി. ഈ റെസിപ്പി വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും, കാരണം ഇത് അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്ന റെസിപ്പിയാണ്. ഇത് എന്റെ ഭാഗം, എല്ലാം കൂടെ ഞാൻ കഴിച്ചു. ഇത് ചായനാളായിരുന്നു, അവിടെ ഇങ്ങോട്ട് വാരി ഇട്ടോണ്ട് ശരി കേട്ടോ. ഇത് കസ്ലിയുടെ ഭാഗം കഴിച്ചതൊന്നും വൃത്തിയാക്കാൻ അതാണ് അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇർഫുന്റെ ചോറ് ഇർഫു 4 ഭാഗത്തോട്ട് ഇട്ട് തീർത്തു, അല്ലാതെ അവള് കഴിച്ച് തീർത്തല്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ 4 പേരുടെ കൂടുമ്പോൾ ഒരു ഫോട്ടോ അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. സോ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്ന് തോന്നിയതൊന്നുമല്ല, കാണുന്ന ഡിസൈഡ് ചെയ്തപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ട് വേണം പോകാൻ, കുറച്ച് നാളത്തേക്ക് ഇനി അത് വെച്ചിട്ട് വേണം ഓടിക്കാനെന്നുള്ളത്. ഇത്തവണത്തെ ഫോട്ടോയിലെ മെയിൻ താരം നമ്മുടെ കാറാണ്, നമ്മുടെ പച്ചവണ്ടി പച്ചക്കിളി. പച്ചക്കിളിയുടെ കളർ മാറ്റുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യും കേട്ടോ. അവന്റെ പേര് ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അവളുമാര് സർപ്രൈസ് ആയിട്ട് എനിക്കൊരു കേക്കും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്താന്നുള്ളത് എനിക്ക് അറിയത്തില്ല, എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. നീയൊക്കെ കേക്ക് ഇല്ല ഇതിനകത്ത്, സത്യസന്ധമായിട്ട് പറ. എനിക്ക് അല്ലെങ്കിൽ എന്റെ കെട്ടുവിന്റെ പേരിന്റെ കൂടെ എന്റെ പേര് കിടക്കുന്നതാണെന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്റെ ഇക്കാന്റെ പേര് ഇങ്ങനെ കിടക്കുന്ന മീൻസ് അവരത് ആലോചിച്ച് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാത്തത് കീഴിക്കുന്നോണ്ട് ഓർത്തോളൂ. ഇവളുടെ വീട്ടിൽ ആരൊക്കെയോ റിലേറ്റീവ്സ് വരുന്നുണ്ട്, അതിന് ഇവരെ കണ്ണുകൊണ്ട് കാണിക്കുവാണ് വാ പോവാന്നുള്ളത്. അതാണിത്. ഞങ്ങൾ സത്ത് കിടക്കുകയാണ്. ഇർഫു പടവായി.
ആക്ച്വലി നല്ല ടയേർഡായിരുന്നു. നല്ല നീണ്ടൊരു റെസ്റ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നൈറ്റത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലോഡഡ് ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസും ഷവർമ്മയൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷവർമ്മ ആർക്കും അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലോഡഡ് ഫ്രൈസ് നല്ലതായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് പിന്നെ എങ്ങനെയാണെങ്കിലും എനിക്ക് നല്ലതായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നാല് വഴിക്ക് പോകുന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, എല്ലാവർക്കും വീട്ടിൽ പോയല്ലേ. കുറെ മെമ്മറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനിച്ചിട്ട് എല്ലാവരും 4 വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടാക്കിയത് അനിയനായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോയിട്ടില്ലായിരുന്നു, കാരണം നല്ല ടയറാണ്. നാളെ നമുക്ക് വീട്ടിൽ പോകാനുള്ളതാണ്. സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീട്ടിലോട്ട് പോകുന്നത്. ഒരു 1 വീക്ക് പോലും വേണ്ട, അതിനുള്ളിൽ നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവരെ യാത്രയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാ.